നമുക്ക് ഈ പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാലേ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ധനസഹായം ഉണ്ട് എന്നുള്ളൊരു ന്യൂസ് ഇങ്ങനെ കേട്ടിരുന്നു. അത് എന്താണ്, ശരിക്കും ഉള്ളതാണോ? അതിന്റെ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങള്? സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ധനസഹായം നൽകുന്നുണ്ട്. നമുക്ക് പാമ്പ് കടിയേറ്റ് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ വരെയും നമുക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചികിത്സാ സഹായമായിട്ട് 2 ലക്ഷം രൂപ വരെയും നൽകുന്നുണ്ട്. അല്ല, ഇപ്പൊ ഒരുപാട് പേരെ ഇങ്ങനെ പാമ്പ് കടിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ പത്രത്തിലും ടിവിയിലൊക്കെ ന്യൂസ്. അപ്പൊ ഇത് എല്ലാവരും ഇതിന് അർഹരാണ്? അതെ, അർഹരാണ്. അത് അർഹരാകണമെങ്കിൽ നമ്മള് അക്ഷയ വഴി ഇത് അപേക്ഷ കൊടുക്കണം. അവിടെ അപ്പൊ എന്തൊക്കെ ഡോക്യുമെന്റ് കൊണ്ടുവേണ്ടി വരും? ഇങ്ങനെ ഇപ്പൊ ഒരു അപകടം പറ്റിയിട്ടുള്ള ഒരാളോ അവരുടെ ഫാമിലിയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ അത് നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യുമല്ലോ. അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം, അതായത് അപകടം സംഭവിച്ച് ട്രീറ്റ്മെന്റിന് ശേഷം ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം നമുക്ക് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് സമ്മറി കിട്ടും. അതും ആ ബില്ലുകളും നമ്മൾ സൂക്ഷിച്ചു വെക്കുക. അതോടൊപ്പം ഈ കടിയേറ്റ ആളോ അയാളുടെ പാരന്റ്സോ അല്ലെങ്കിൽ ആശ്രിതരോ ഈ അവരുടെ ആധാർ കാർഡ്, ബാങ്ക് ഡീറ്റെയിൽസ് ഇതെല്ലാം കൊണ്ട് അക്ഷയയിൽ ചെന്ന് അക്ഷയയിൽ നമുക്ക് അത് അപേക്ഷിക്കാവുന്നതാണ്. അതിനുശേഷം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്ന് ഈ സ്ഥലത്ത് വന്ന് അന്വേഷിച്ച് അതിന്റെ ഡീറ്റെയിൽ കളക്ട് ചെയ്തിട്ട് അത് വീണ്ടും ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് അത് ഫോർവേഡ് ചെയ്യും. സാറ് അത് പരിശോധിച്ചിട്ട് അത് അപ്രൂവലാക്കും. പിന്നെ ട്രഷറിയിലെ പൈസയുടെ അവൈലബിലിറ്റി അനുസരിച്ച് അക്കൗണ്ടിലേക്ക് കൈമാറും.